എന്റെ അർച്ചനയോടെ അകത്ത് ഞാൻ പൂട്ടിയിട്ടിരിക്കുക. നിന്നെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോ. നീ എന്ത് കരുതി? ഇവിടെ വന്ന് എന്റെ ആൾക്കാരെയൊക്കെ തല്ലി തോൽപ്പിച്ചിട്ട് ഭാര്യയും കൊണ്ട് ഇവിടുന്ന് പോകാന്നോ? നിനക്ക് ഓടിക്കേറി വരാനേ ഇത് നിന്റെ ഭാര്യ സുഹൃത്തിന്റെ ചെമ്പകമംഗലം തറവാടല്ല. എന്റെ നീ ഇന്ദ്രജയുടെ മാധവ മന്ദിരം തറവാടാ ഇത്. ഡോക്ടറുടെ വേഷത്തിൽ അവളും ഡ്രൈവറുടെ വേഷത്തിൽ നീയും അഭിനയിച്ച് ഫലിപ്പിച്ചപ്പോ ഞാൻ കുറച്ച് വിശ്വസിച്ചു പോയി എന്നുള്ളത് നേര് തന്നെയാ. അതിന്റെ അർത്ഥം ഇന്ദ്രജ തോറ്റു എന്നല്ല. നിന്നോടും നിന്റെ ഭാര്യയോടും എനിക്കൊരു ദേഷ്യവും ഇല്ല. നീ എന്റെ ആളുകളെ തല്ലിയതിന് ഞാൻ നിന്നോട് ക്ഷമിച്ചു. പിന്നെ നിന്റെ ഭാര്യയെ പൂട്ടിയിട്ടിരിക്കുന്നത് അവളെ ഒന്നും ഭയപ്പെടുത്താനാ. ഞാൻ ആരാണെന്ന് അറിയിച്ചു കൊടുത്തിട്ട് അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിലേ ഇനിയും പല വേഷം കെട്ടലുമായി കൂട്ടുകാരിയെ രക്ഷിക്കാൻ അവള് വീണ്ടും വരും. അതുകൊണ്ട് നീ പോ. അർച്ചനയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ പോകുന്നെങ്കിൽ എന്റെ കൂടെ അർച്ചനയും കാണും. ഞാനേ എന്റെ ഈ വിരലൊന്ന് അമർത്തിയാലേ അവിടെ തീരും നിന്റെ ഈ ചാട്ടമൊക്കെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് നിന്ന് ഷോ ഇറക്കാതെ പോകാൻ നോക്ക്. എന്താ കാര്യം? എന്റെ ഭാര്യ അർച്ചനയെ ഇവരിവിടെ പിടിച്ചു വെച്ചിരിക്കുക. എനിക്ക് അവളെ വേണം. അവളെനിക്ക് കൊണ്ടുപോകണം. എന്താ രക്ഷപ്പെടുത്തുന്നില്ലേ? ഇത് പേടിച്ചിട്ടാണോ താൻ നിൽക്കുന്നത്? താൻ വന്ന് തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോടോ. ഉണ്ടയില്ലാത്ത തോക്കിൽ നിന്നും ഒന്നും പൊട്ടാൻ പോകുന്നില്ല. തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ പിടിച്ചിരിക്കുന്ന ഈ തോക്കില് ഉണ്ടയില്ലാന്ന്. നീ ആരെയാ കൈ നീട്ടി അടിച്ചെന്ന് ഓർത്തു വെച്ചോ. ആദ്യത്തേത് ആരടിച്ചെന്ന് എനിക്ക് ഓർക്കാനും, രണ്ടാമത്തേത് ആരടിച്ചെന്ന് നിങ്ങൾക്ക് ഓർക്കാനും. മീനാക്ഷി പെട്ടെന്ന്. അർച്ചന, അർച്ചന വിഷമിക്കണ്ട, ഉടനെ ഉണർന്നോളൂ.
അർച്ചന അർച്ചന എനിക്ക് എനിക്ക് ഡീ മീനാക്ഷി, നീ ഇതെവിടെയായിരുന്നു? അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ പോവാൻ പാടുണ്ടോ? നീ എവിടെയായിരുന്നു? അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ചെറിയമ്മേ. കാർത്തേട്ടൻ എങ്ങനെയുണ്ട്? ഓ, എന്ത് പറയാനാ, അതെവിടെ കിടപ്പുണ്ട്. ഞാൻ കാർത്തേട്ടനെ ഒന്ന് കണ്ടോട്ടെ ചെറിയമ്മേ. ആ, ആ, ഓർക്കാപ്പുറത്ത് അമ്മ എങ്ങാനും കേറി വന്നാലേ അത് വലിയ പ്രശ്നാവില്ലേ? എന്തിനാ ഒരു വഴക്ക്? ആ, നീ ഒരു കാര്യം ചെയ്, അകത്ത് കയറണ്ട, പുറത്തുനിന്ന് കണ്ടോ, അതല്ലേ നല്ലത്. ആ, ഞാൻ കാപ്പി കുടിച്ചിട്ട് വരാം. നന്ദിനടുത്തേക്ക് വേണോ കാപ്പി? വേണ്ട,